ഹലോ ഫ്രണ്ട്സ്, മാഗിസെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം നമുക്ക് അങ്ങനെ യൂട്യൂബ് ചാനലിനായിട്ട് ഒരു പ്രൊഫഷണൽ ലോഗോ, അതായത് ലോഗോ നമുക്കറിയാം നമ്മുടെ ചാനലിൻ്റെ ലോഗോ, അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നതിനകത്ത് വീഡിയോ. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് മാഗിസെക്കിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ വെക്കുക. കേസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഈവോ എന്നാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നേരത്തെ പരിചയം കാണും, കാരണം ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ www.designevo.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PC വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. PC വെർഷനിൽ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് PC വെർഷനിലുണ്ട്. അപ്പോൾ ഞാൻ PC ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ളതാണ്. പക്ഷേ PC ഇല്ലാത്ത ഈ വീഡിയോ കാണുന്ന കേസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ആൻഡ്രോയിഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനെ ഡിസൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഇതിനാവശ്യം 27 MB വരുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കുന്നതാണ്, അതെല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, അതായത് പോപ്പുലർ, അബ്സ്ട്രാക്റ്റ്, ആനിമൽ ആർട്ടും പലതരം കാറ്റഗറി, ഇഷ്ടമുള്ള കാറ്റഗറി, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എടുക്കുകയാണ്. സ്ക്രോൾ ചെയ്യാം. ഓക്കെ, യെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറേ ടെംപ്ലേറ്റ്, അതായത് കുറേ ലോഗോ ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലും കുറച്ച് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഡൗൺലോഡ് മോർ ലോഗോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിലും കുറച്ച് കൂടുതലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ അതിന് പകരമായിട്ട് ഇവിടുത്തെ ഒരു ലോഗോ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രമേ അത് ലോഡായി വരികയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഓണാക്കി വെക്കുക. ഓക്കെ, ഇപ്പം വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ കമ്പനി നെയിം എഴുതിക്കുന്നത് കാണാം, അവിടെ നമ്മുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാവുന്നതാണ്. അതിനെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലേ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ചാനലിൻ്റെ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡൺ കൊടുക്കുക. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ആ ഒരു ചാനലിൻ്റെ പേരോട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ലോഗൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതായത് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോലെയാണ്. അപ്പോൾ സ്ലോഗൻ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ആവുന്നതാണ് കൊടുക്കുന്നത്. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെയാണ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബ് ആവുന്ന കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള കൊടുക്കാവുന്നതാണ്. മൊത്തം ക്യാപിറ്റൽ ലെറ്ററാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടൺ കൊടുക്കുക. കാണാൻ സാധിക്കും, അതായത് നമ്മുടെ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേറെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള ഫോണ്ട് കൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഫോണ്ട് മാറ്റുക. അതായത് പല ടൈപ്പ് ഫോണ്ടുണ്ട്, ട്രഡീഷണൽ ആയിട്ടുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടുണ്ട്, അങ്ങനെ പലതരം ഫോണ്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചുമ്മാ ജസ്റ്റ് ഒരു ഫോണ്ട് എടുക്കുകയാണ്. ഹാൻഡ് റൈറ്റിങ്ങിലെ ഇവിടെ കുക്കി എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം ഇഷ്ടമുള്ള രീതി കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള രീതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ ഒരെണ്ണം കൊടുക്കുകയാണ്. ഓക്കെ, ഏകദേശം കൊടുത്തിട്ടുണ്ട്. ശേഷം ബോൾഡാണ്, അതുകൊണ്ട് തന്നെ ബോൾഡ് അത്രയ്ക്ക് ബോൾഡ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് ബോൾഡായിട്ടുള്ള മതി. അപ്പോൾ അതിനെ ഇവിടെ ഓക്കെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ മാറ്റാൻ സാധിക്കും. അതിനായി ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെക്കൻഡ് കാണാൻ സാധിക്കും, അതായത് പെയിൻറ്റ് ബക്കറ്റ് എന്ന ഓപ്ഷൻ. ഈ പെയിൻറ്റ് ബക്കറ്റ് ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ സെലക്ടഡ് കളേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സോടും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടൺ കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡിനെയും കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെയിൻറ്റ് ബക്കറ്റിൽ പോവുക, ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലോഗോയുടെ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈന് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ അവിടെ ഒരു വെള്ള കളറിന് കൊടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഒരു കോമ്പിനേഷനുള്ള കളറാണ്, അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ്, ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനെ ആദ്യത്തെ ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ സിമ്പിൾ എടുത്തിട്ട് അതുപോലെ തന്നെ കളർ മാറ്റുക. അപ്പോൾ അത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു കളർ കൊടുത്തേക്കുവാണ്. ഡൺ കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ കണ്ടു ചെയ്താൽ എന്നുവെച്ചാൽ ഈ സെക്കൻഡ് കളറാണ്. സെക്കൻഡ് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കളർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് വെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്ലിപ്പ് ചെയ്ത് നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒപ്പാസിറ്റി നമുക്ക് ആവശ്യത്തിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോൾഡ് ആക്കാൻ സാധിക്കും, ഇറ്റാലിക്സ് ആക്കാൻ സാധിക്കും. അതുപോലെ സ്പേസിങ്, ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കർവ് എത്രത്തോളം കർവ് വേണമെന്നുള്ളത് നിങ്ങളുടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇഷ്ടമുള്ള കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിൽ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ജസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ട്. വൈറ്റാണ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ നമുക്ക് ഇനി അഥവാ ഇത് നമ്മൾ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ മേളത്തെ ആരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചേഞ്ചസ് നമുക്ക് ബാക്കോട്ട് പോകണതാണ്. പിന്നെ നമുക്കിത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളൊരു ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഒരു ബ്ലൂ ആരോ, ഈ ആരോ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ സേവ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് JPG, PNG, ട്രാൻസ്പെറൻറ്റ് PNG പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ PNG ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. അതിനുശേഷം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഈ സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആവുന്ന അർത്ഥം. ഇപ്പോൾ നമ്മൾ സേവ് ആയെന്ന് നോക്കാം. നമുക്ക് സേവ് ആയെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്, കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ലോഗോ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതായത് അതേ ഡിസൈൻ തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഡിസൈൻ വെച്ച് ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്തായിരുന്നു. കണ്ടില്ലേ? അപ്പം ഈ ടെംപ്ലേറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ കൂടുതൽ ടെംപ്ലേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ലോകം ഉണ്ടാക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ആൽസ്കൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ടെക്നോളജി കാണാം. ബൈ.